ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ടോപ്പിക്കാണ്. കൺസിഡർ ആൻ ഏൺ വിത്ത് എൻ ബോൾസ്, ക്യാപിറ്റൽ എൻ ബോൾസ്. ഒരു ഏൺ ഉണ്ട്, അതിൽ ടോട്ടൽ ക്യാപിറ്റൽ എൻ ബോൾസ് ഉണ്ട്. അതിൽ തന്നെ ക്യാപിറ്റൽ എം വൈറ്റും റിമൈനിങ് എൻ മൈനസ് എം ബ്ലാക്കുമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനകത്ത് നിന്നൊരു സാമ്പിൾ ഞാൻ എടുക്കുന്നു ഓഫ് സൈസ് സ്മോൾ എൻ സൈസ് ഉള്ള അല്ലെങ്കിൽ സ്മോൾ എൻ ബോൾസ് റാൻഡംലി ഈ ക്യാപിറ്റൽ എൻ ബോൾസ് ഉള്ള ഏണിൽ നിന്ന് ചൂസ് ചെയ്യുന്നു, ഒരു സാമ്പിൾ എടുക്കുന്നു. ഈ സാമ്പിളിൽ സ്മോൾ എക്സ് വൈറ്റ് ബോൾസും കിട്ടി, റിമൈനിങ് സ്മോൾ എൻ മൈനസ് എക്സ് വാസ് ബ്ലാക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷനിൽ, അതായത് ക്യാപിറ്റൽ എൻ ബോൾസ് ഉള്ള ഒരു ഏണിൽ നിന്നും ആ ക്യാപിറ്റൽ എന്നിൽ തന്നെ എം ഒരു ടൈപ്പും എൻ മൈനസ് എം റിമൈനിങ് എൻ മൈനസ് എം വേറൊരു ടൈപ്പുമായിരുന്നു. അതിൽ നിന്ന് സ്മോൾ എൻ സാമ്പിൾ എടുത്തു, സ്മോൾ എൻ സൈസുള്ളൊരു സാമ്പിൾ എടുത്തു. അതിൽ തന്നെ എക്സ് ഈ എം ടൈപ്പുള്ള ബോൾസും റിമൈനിങ് എൻ മൈനസ് എക്സ് എൻ മൈനസ് എം ഉണ്ടായിരുന്ന ബോൾസും കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മൾ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വഴി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഓഫ് സക്സസസ് സ്മോൾ എക്സ് വൈറ്റ് ബോൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാനിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സാമ്പിൾ എടുത്തു എന്ന് പറഞ്ഞു. ഈ സാമ്പിളിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. സാമ്പിളിങ് ഈസ് ഡൺ വിതൗട്ട് റീപ്ലേസ്മെൻറ്റ്. അതായത് ഫസ്റ്റ് ബോൾ എടുത്തു കഴിഞ്ഞ് അത് ഏണിലേക്ക് റീപ്ലേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെയാണ് നെക്സ്റ്റ് സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ട്രയൽസ് എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു ട്രയൽ എടുത്തത് മറ്റൊരു നെക്സ്റ്റ് ട്രയലിനെ എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് നമ്പർ ഒന്ന് കുറയും, ഓരോ ബോൾസ് എടുക്കുമല്ലേ ഇവിടെ നമ്മൾ. അതായത് സാമ്പിളിങ് വിതൗട്ട് റീപ്ലേസ്മെൻറ്റുമാണ്, ട്രയൽസ് ഡിപ്പെൻഡൻറ്റുമാണ്. ഇതാണ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ the sampling was with replacement and the trials were independent. And now we are going to evaluate the probability that number of success or number of white balls in that sample is small x. The small x number white balls കിട്ടണമെങ്കിൽ അത് ക്യാപിറ്റൽ എം വൈറ്റ് ബോൾസിൽ നിന്നാവണം വരുന്നത്. അതുപോലെ എൻ മൈനസ് എക്സ് ബ്ലാക്ക് ബോൾസ് കിട്ടണമെങ്കിൽ അത് ഇവിടെ ഉണ്ടായിരുന്ന എൻ മൈനസ് എം ബ്ലാക്ക് ബോൾസിൽ നിന്നാവണം വരുന്നത്. അതായത് നമ്മൾ പ്രോബബിലിറ്റി വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്നൊരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റിക്ക്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് വൈറ്റ് ബോൾസ് കിട്ടാനുള്ള ഫേവറബിൾ കേസസ് ഇങ്ങനെയാണ്: എം സി എക്സ് ഇൻറ്റു എൻ മൈനസ് എം സി എൻ മൈനസ് എക്സ്. ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, അതായത് കോമ്പിനേഷൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. നൗ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റൽ എൻ ബോൾസ് ഉള്ളതിൽ നിന്നായിരുന്നു നമ്മൾ സ്മോൾ എൻ ബോൾസ് സാമ്പിൾ എടുത്തത്. സോ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇസ് എൻ സി എൻ. സോ ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് വൈറ്റ് ബോൾസ് ആർ ഒബ്റ്റൈൻഡ് ഇസ് എം സി എക്സ് ഇൻറ്റു എൻ മൈനസ് എം സി എൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എൻ സി എൻ. എക്സ് വാസ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഇൻ ദ സാമ്പിൾ. സോ it may be 0, 1, 2, etc. ആൻഡ് അത് എവിടം വരെ പോകാം? എക്സ് നമ്മൾ സ്മോൾ എൻ ബോൾസ് ആണ് സാമ്പിൾ എടുത്തത്. ഒന്നുകിൽ സ്മോൾ എൻ വരെ പോകാം, അല്ലെങ്കിൽ ഇതിനകത്ത് എത്ര വൈറ്റ് ബോൾസ് ഉണ്ടായിരുന്നോ അത്രയും വരെ പോകാം. അതിലേതാണോ മിനിമം അവിടെ വരെ പോകാൻ പറ്റും. സോ എക്സിൻ്റെ റേഞ്ചിൻ്റെ ലാസ്റ്റ് വാല്യൂ മിനിമം ഓഫ് എൻ ആൻഡ് എം. എക്സിൻ്റെ റേഞ്ച് മിനിമം ഓഫ് എൻ എം എന്ന് പറയും. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് കേസ് എടുക്കുക. ക്യാപിറ്റൽ എം 5ഉം സ്മോൾ എൻ 10ഉം ആയിരുന്നു വിചാരിക്കുക. അതായത് ഫസ്റ്റ് ഏണിൽ 5 വൈറ്റ് ബോൾസേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെടുത്ത സാമ്പിളാണ് 10. ഇതിലൊരിക്കലും 5നേക്കാൾ കൂടിയൊരു വൈറ്റ് ബോൾസ് നമ്പർ ഇവിടെ കിട്ടത്തില്ല. ആകെ 5 വൈറ്റ് ബോൾസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊരിക്കലും കൂടുതൽ നമുക്ക് വൈറ്റ് ബോൾസ് കിട്ടത്തില്ല. സോ ഹിയർ എക്സിൻ്റെ മാക്സിമം വാല്യൂ വിൽ ബി 5. ബട്ട് ഹിയർ സെക്കൻഡ് കേസിൽ നമ്മൾ സാമ്പിൾ എടുത്തത് 5 ബോൾസ് ആണ്. ബട്ട് ദർ വെർ 10 വൈറ്റ് ബോൾസ് ഇൻ ദ ഫസ്റ്റ് ഏൺ. അവിടെ പക്ഷേ
10 വൈറ്റ് ബോൾസ് ഫസ്റ്റ് ടേണിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി 5 ബോൾസേ ആകെ സാമ്പിൾ എടുത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെയും മാക്സിമം 5 വരാൻ പോകുന്നുള്ളൂ. അതായത് ഇവിടെ അത് ഈ 5 എന്നുള്ളത് ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ ആയിരുന്നു, ഇവിടെ സ്മോൾ എന്നിൻ്റെ വാല്യൂ ആയിരുന്നു. അതായത് എം ആണോ എൻ ആണോ മിനിമം, അതായിരിക്കും എക്സിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ. ഓക്കെ, ഈ സ്മോൾ എൻ, ക്യാപിറ്റൽ എം ആൻഡ് ക്യാപിറ്റൽ എൻ ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. എ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ സ്മോൾ എൻ, എം ആൻഡ് എൻ. ഒരു ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ ദ ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എൻ, എം ആൻഡ് എൻ if it assumes only non-negative values and its PMF is probability that x equal to x is mcx into n minus mc n minus x divided by ncn. X equal to 0, 1, 2, 3 up to minimum of n and m equal to 0 otherwise. Thank you for watching.